ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ 2025 ജൂലൈ സെഷനിലുള്ള അഡ്മിഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു അഡ്മിഷൻ പ്രോസസ്സ് നടക്കുന്നത്, അതുപോലെ തന്നെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടത്, എന്തൊക്കെ പ്രോഗ്രാംസ് ആണ് ഇഗ്നോയിലുള്ളത്, അതിൻ്റെ ഫീസ് സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നത്, ഡ്യൂറേഷൻ എങ്ങനെയാണ് വരുന്നത്, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളുമാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അഡ്മിഷന് മുമ്പായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളും എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് എന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇഗ്നോയെക്കുറിച്ച് നിങ്ങൾക്ക് തീരെ ഒന്നും അറിയില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇഗ്നോയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ്, അവിടെ എക്സാം എങ്ങനെയാണ് നടക്കുന്നത്, അതുപോലെ തന്നെ എങ്ങനെയാണ് അഡ്മിഷൻ ഏതൊക്കെ ടൈമിലാണ് നടക്കുന്നത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, വേണ്ടവർക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇഗ്നോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോട്ട് പോവുക എന്നുള്ളതാണ്. www.igno.ac.in ഇതാണ് ഇഗ്നോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒഫീഷ്യൽ വെബ്സൈറ്റിലോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം 4 കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ആദ്യം തന്നെ ബ്രൗസ് അവർ പ്രോഗ്രാം എന്നുള്ള ഭാഗത്താണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഈ ഒരു ഭാഗത്താണ് നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ പറയുന്നത്. അതിനുശേഷം നമുക്ക് അഡ്മിഷൻ എന്നുള്ള ഭാഗത്ത് പോകണം. അവിടെ പോകുമ്പോഴാണ് നമുക്ക് അഡ്മിഷൻ പ്രോസസ്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു പ്രോഗ്രാം എന്തൊക്കെയാണ് നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ പ്രോഗ്രാം ഡീറ്റെയിൽ. നിങ്ങളിപ്പോൾ ഓൾറെഡി ഒരു പ്രോഗ്രാം എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പ്രോഗ്രാം ഇവിടെ കൊടുക്കാം, അവിടെ സെർച്ച് ബാറുണ്ട്, അവിടെ കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഓരോ പ്രോഗ്രാമിനെ കുറിച്ചും എല്ലാ പ്രോഗ്രാമിനെ കുറിച്ചും കുറച്ച് അറിയണം എന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ പ്രോഗ്രാമും അതിൻ്റെ ഡ്യൂറേഷനും കൊടുത്തിട്ടുണ്ട്. ഓരോ പ്രോഗ്രാമിൻ്റെയും ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇഗ്നോയിലുള്ളത് 2.5 മാസം മുതൽ 3 വർഷം വരെയുള്ള പ്രോഗ്രാംസ് ആണുള്ളത്. അതിൻ്റെ ആ ഒരു പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാനുള്ള ഓരോ പ്രോഗ്രാമിൻ്റെയും ആ ഒരു ഡ്യൂറേഷൻ അനുസരിച്ചിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഡ്യൂറേഷനും നമുക്ക് കൂടുതൽ. PG പ്രോഗ്രാംസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അതിന് 4 വർഷം വരെ ടൈമുണ്ട്. 2 വർഷമാണ് അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ശരിക്കുള്ള ടൈം എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് 4 വർഷം വരെ അത് കംപ്ലീറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ എക്സാമ്പിളായിട്ട് ഒരു പ്രോഗ്രാം സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ നോക്കുന്നത് ബാച്ചലർ ഓഫ് ആർട്സ് ഇൻ ഇംഗ്ലീഷ് ആണ്. അപ്പോൾ അതിൻ്റെ ഡ്യൂറേഷൻ ഇവിടെ 3 ഇയേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയണമെന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിതാ ബാച്ചലർ ഓഫ് ആർട്സിൻ്റെ കുറേ കാര്യങ്ങളാണ് പറയുന്നത്. ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് ഡിഗ്രി പ്രോഗ്രാമാണ്, ഡിസ്റ്റൻസ് ലേണിംഗ് ആണ്, സ്കൂൾ ഓഫ് ഹ്യൂമാനിറ്റീസിലാണ് ഇത് വരുന്നത്. ഇഗ്നോയിൽ കുറേ സ്കൂൾ ഓഫ് കോഴ്സാണുള്ളത്. ഓരോ പ്രോഗ്രാമും ഓരോ സ്കൂളിൻ്റെ അണ്ടറിലായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് വരുന്നത് സ്കൂൾ ഓഫ് ഹ്യൂമാനിറ്റീസിലാണ്. ഇതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് +2 ഓർ ഈക്വലൻ്റ് ആയിട്ടുള്ള എലിജിബിലിറ്റി ഉള്ളവർക്കാണ് ഈ ഒരു പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുക. ഇതിൻ്റെ ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് 5300 ആണ്. അതിൻ്റെ കൂടെ തന്നെ രജിസ്ട്രേഷൻ ഫീസും അതുപോലെ ഡെവലപ്മെൻറ്റൽ ഫീസും ഇതിൽ ഉണ്ടായിരിക്കും. ഇത് ഈ ഒരു പ്രോഗ്രാം ഇംഗ്ലീഷിലാണ് ഉണ്ടായിരിക്കുക. അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഇത് ഏതൊക്കെ റീജിയണൽ സെൻറ്ററിലാണ്, സ്റ്റഡി സെൻറ്റേഴ്സിലാണ് ഉള്ളത് എന്നുള്ളത് നമുക്ക് നോക്കണം. നിങ്ങൾ ഇഗ്നോയിൽ ഒരു പ്രോഗ്രാം ചെയ്യാൻ ആഗ്രഹിക്കുന്ന സമയത്ത് തന്നെ ഏത് പ്രോഗ്രാം ചെയ്യണം, അതിൻ്റെ ഡ്യൂറേഷൻ എത്രയാണ് വരുന്നത്, അതിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അത് ഏതൊക്കെ നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള സ്റ്റഡി സെൻറ്റേഴ്സ് അതിന് അവൈലബിൾ ആയിട്ടുണ്ടോ, ഏത് റീജിയണൽ സെൻറ്ററിലാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കും. കാരണം നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പോകുന്നത് ഏതെങ്കിലും കഫേയിലായിരിക്കാം. ചിലപ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ച് തീരെ വിവരമോ കാര്യങ്ങളോ ഉണ്ടായിരിക്കണം എന്നില്ല. അപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള ഈ ഒരു പ്രോഗ്രാമാണ് എനിക്ക് എടുക്കേണ്ടത്, ഈ സ്റ്റഡി സെൻറ്ററിലാണ് എനിക്ക് കൊടുക്കേണ്ടത്, ഇതാണ് എൻ്റെ റീജിയണൽ സെൻറ്റർ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ആദ്യം തന്നെ അറിഞ്ഞിരിക്കണം. ഈ കേരളത്തിൽ നമുക്ക് 3 റീജിയണൽ സെൻറ്റേഴ്സാണ് ഉള്ളത്. ആ ഒരു റീജിയണൽ സെൻറ്റേഴ്സിൻ്റെ അണ്ടറിലായിട്ട് കുറേ കോളേജസ് വരുന്നുണ്ട്. കൊച്ചിൻ, ട്രിവാൻഡ്രം, വടകര ഈ 3 റീജിയണൽ സെൻറ്ററാണ് നമുക്കുള്ളത്. ഈ റീജിയണൽ സെൻറ്ററിൻ്റെ അണ്ടറിലാണ് കോളേജസ് വരുന്നത്. അതാണ് സ്റ്റഡി സെൻറ്റർ എന്ന് പറയുന്നത്. നമുക്ക് നമ്മളുടെ അസൈൻമെൻറ്റൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ടത് ഈ ഒരു സ്റ്റഡി സെൻറ്റേഴ്സിലായിരിക്കും. അപ്പോൾ സ്റ്റഡി സെൻറ്റർ നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ഭാഗത്ത് തന്നെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി എക്സാം എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സാം സെൻറ്റർ ഉണ്ട്. അത് നിങ്ങൾ ഈ റീജിയണൽ സെൻറ്ററിൻ്റെ അണ്ടറിൽ വരുന്ന ഏതെങ്കിലും കോളേജസിൽ പോയിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാം. അത് നിങ്ങളെ സ്റ്റഡി സെൻറ്റർ
സെൻറ്റർ ആയിരിക്കണം എന്നൊന്നുമില്ല. ചില പ്രോഗ്രാംസുകൾ ചില റീജിയണൽ സെൻറ്ററിൻ്റെ അണ്ടറിൽ ഉണ്ടായിരിക്കണമെന്നില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ ജില്ലയിൽ തന്നെ ആ ഒരു റീജിയണൽ സ്റ്റഡി സെൻറ്റർ നിങ്ങൾക്ക് ലഭിക്കണമെന്നില്ല. അതായത് ഇപ്പോൾ MAPC ഒക്കെയാണ് നിങ്ങൾ എടുക്കുന്നത്, MA സൈക്കോളജിയാണ് നിങ്ങൾ എടുക്കുന്നത് എങ്കിൽ അതിന് നിങ്ങൾക്ക് കണ്ണൂരിൽ നിങ്ങൾക്ക് കോളേജസ് ഇല്ല, സ്റ്റഡി സെൻറ്റർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുകയില്ല. നിങ്ങൾക്ക് കാലിക്കറ്റോ അങ്ങനെ വേറൊരു ജില്ലയിലൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് സ്റ്റഡി സെൻറ്റർ സെലക്ട് ചെയ്യാൻ പറ്റുക. ബട്ട് നിങ്ങൾക്ക് എക്സാം സെൻറ്റർ കണ്ണൂർ ജില്ലയിലുള്ള മറ്റ് കോളേജസുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളൊരു കോഴ്സ് എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് തന്നെ ആ ഒരു കോഴ്സ് നിങ്ങളുടെ സ്റ്റഡി സെൻറ്റർ നിങ്ങളുടെ ജില്ലയിൽ തന്നെ ഉണ്ടോ, ഏത് റീജിയണൽ സെൻറ്ററിൻ്റെ അണ്ടറിലാണ് നിങ്ങളുടെ ജില്ല വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ആദ്യം തന്നെ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ ഒരു കൊടുത്ത ലിസ്റ്റുകളാണ് അവിടുത്തെ റീജിയണൽ സെൻറ്റേഴ്സാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം ഓഫർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് റീജിയണൽ സെൻറ്ററാണോ വേണ്ടത്, ഏത് സ്റ്റഡി സെൻറ്ററാണോ വേണ്ടത്, അതൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇതിനേക്കാൾ കൂടുതൽ ഡീറ്റെയിൽസ്, അതായത് നിങ്ങൾക്ക് ഏതൊക്കെ ഒരു പ്രോഗ്രാമിൽ എന്തൊക്കെ സബ്ജക്റ്റാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇഗ്നോയെക്കുറിച്ച് തന്നെ എനിക്ക് കുറച്ചുകൂടി അറിയാനുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കോമൺ പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. അതായത് നമ്മളുടെ ഓരോ വർഷവും ഇഗ്നോ ഒരു കോമൺ പ്രോസ്പെക്ടസ്, ഇപ്പോൾ 2025 ജൂലൈ സെഷനിലെ അഡ്മിഷന് വേണ്ടിയിട്ട് ഒരു കോമൺ പ്രോസ്പെക്ടസ് ഇറക്കുന്നുണ്ട്. ഈ ഒരു പ്രോസ്പെക്ടസിൽ ഇഗ്നോയെക്കുറിച്ചും ഇഗ്നോയുടെ പ്രോഗ്രാംസിനെ കുറിച്ചും ആ ഒരു പ്രോഗ്രാമിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, നിങ്ങൾക്ക് എന്തൊക്കെ പ്രോഗ്രാമാണ് ഇഗ്നോ പ്രൊവൈഡ് ചെയ്യുന്നത്, എല്ലാ പ്രോഗ്രാമിൻ്റെയും സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ആയിക്കോട്ടെ, ഡിപ്ലോമ പ്രോഗ്രാം ആയിക്കോട്ടെ, ഡിഗ്രി PG എല്ലാറ്റിൻ്റെയും ഫുൾ ഡീറ്റെയിൽസ് അതിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. അപ്പോൾ ആ ഒരു കോമൺ പ്രോസ്പെക്ടസ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾ ഇഗ്നോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോട്ട് പോവുക. ആ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റിലോട്ട് പോകുമ്പോൾ ഇതുപോലെ 3 ബാർ കാണും. ആ ഒരു 3 ബാറിൽ നിങ്ങൾക്ക് കാണാം സ്റ്റുഡൻറ്റ് സർവീസ് എന്ന് കാണാം. ആ ഒരു ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ സ്റ്റുഡൻറ്റ് സർവീസിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. ഇഗ്നോ സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസാണ് ഇതിൽ നിങ്ങൾക്ക് കാണാം ഡൗൺലോഡ്സ് എന്നുള്ള ഭാഗം കാണാം. ഈ ഒരു ഡൗൺലോഡ്സിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അതായത് കോമൺ പ്രോസ്പെക്ട്സ് ജൂലൈ 2025 എന്ന് കാണാം. അതിൽ അതാണ് നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമുള്ളത്. അപ്പോൾ അതൊന്നും ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇപ്പോൾ നമുക്ക് നമ്മളുടെ കോമൺ പ്രോസ്പെക്ടസ് ഓൺ ആയിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ കോമൺ പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ ഇഗ്നോയെക്കുറിച്ചുള്ള കുറേ വിവരണങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇഗ്നോ എപ്പോഴാണ് ഇത് വന്നിട്ടുള്ളത്, ഇഗ്നോയ്ക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പ്രൊവൈഡ് ചെയ്യാനുള്ളത്, എന്തൊക്കെ റെക്കഗ്നീഷൻസ് ആണ് ഇഗ്നോയ്ക്ക് ലഭിച്ചിട്ടുള്ളത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതിലുണ്ട്. നിങ്ങൾക്ക് എന്തറിയണമെങ്കിലും ഈ ഒരു കോമൺ പ്രോസ്പെക്ടസ് നിങ്ങൾ നോക്കിയാൽ മാത്രം മതി. കുറച്ച് താഴോട്ടേക്ക് പോകുമ്പോൾ നമുക്കിത് ഇതുപോലെ ഉണ്ടായിരിക്കും. ഇഗ്നോ പ്രൊവൈഡ് ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ്, ചാനലാണ് ഈ പറയുന്നത്. അത് ഏതൊക്കെ ചാനൽ നമ്പറാണ് കൊടുത്തിട്ടുണ്ട്. എയർടെൽ DTH ആണെങ്കിൽ ചാനൽ നമ്പർ എന്ന് പറഞ്ഞിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് നമുക്ക് കണ്ടന്റ് എന്നുള്ള ഭാഗം കാണാം. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇഗ്നോയെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും, ഇൻട്രൊഡക്ഷന്, പ്രൊമിനന്റ് ഫീച്ചേഴ്സ്, സപ്പോർട്ട്സ്, സർവീസ്, എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രോഗ്രാമിനെ കുറിച്ച് മാത്രം അറിയണമെങ്കിൽ പ്രോഗ്രാം മാസ്റ്റേഴ്സ് ഡിഗ്രീൻ്റെ ലിസ്റ്റും അതിൻ്റെ പ്രോഗ്രാംസിൻ്റെ കാര്യങ്ങളും ഇതിൽ ഓരോ പ്രോഗ്രാം ഈ ഒരു പേജ് നമ്പർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് MCOM എടുക്കേണ്ടതെങ്കിൽ നിങ്ങൾ 57ാമത്തെ പേജിലോട്ട് നേരിട്ട് പോവുക. അപ്പോൾ അവിടെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതുപോലെ നിങ്ങൾ ഏത് പ്രോഗ്രാമാണോ എടുക്കാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ എല്ലാറ്റിൻ്റെയും പ്രോഗ്രാംസിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാവും. ആ ഒരു പ്രോഗ്രാമിൻ്റെ പേജ് നമ്പർ നോക്കുക. ആ ഒരു പേജ് നമ്പറിൽ നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്രോഗ്രാമിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കും. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ മാസ്റ്റർ ഓഫ് കൊമേഴ്സ് എന്നുള്ളത് 57ാമത്തെ പേജിലാണുള്ളത്. അതൊന്നും ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ 57ാമത്തെ പേജിലോട്ട് പോകുമ്പോൾ നമുക്ക് കാണാം സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസിലാണ് ഈ ഒരു പ്രോഗ്രാം വരുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എലിജിബിലിറ്റി കൊടുത്തിട്ടുണ്ട്. എനി ഗ്രാജുവേറ്റ് ഓഫ് ഇക്വലൻറ്റ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഈസ് എലിജിബിൾ ഫോർ അഡ്മിഷൻ ടു ദിസ് പ്രോഗ്രാം. അതിൻ്റെ താഴെയായിട്ട് ഇതിൻ്റെ മീഡിയം കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷിലും ഹിന്ദിയും ഉണ്ട്. അതുപോലെ തന്നെ പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതൊക്കെ സബ്ജക്റ്റുകളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, ഫസ്റ്റ് സെമ്മിൽ ഏതാണ്, സെക്കൻഡ് സെമ്മിൽ ഏതാണ്, തേർഡ്, ഫോർത്ത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ
ക്രെഡിറ്റ് മാർക്ക് എത്രയാണ് വരുന്നത്, ആ ഈ ഒരു ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കോഴ്സിനെ കുറിച്ച് എന്ത് ഡീറ്റെയിൽസ് അറിയണമെങ്കിലും ഈ ഒരു ഭാഗത്ത് നിങ്ങൾ നോക്കിയാൽ മതി. ഇതുപോലെ ഏത് കോഴ്സിൻ്റെയും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇങ്ങനെ നോക്കാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സ് ഏതാണ് എടുക്കേണ്ടത്, റീജിയണൽ സെൻറ്റർ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ചെയ്യേണ്ടത് അഡ്മിഷൻ എടുക്കുക എന്നുള്ളതാണ്. നമ്മളുടെ ഇഗ്നോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോട്ട് പോവുക. അതിൽ നമുക്ക് അഡ്മിഷൻ എന്നുള്ള ഭാഗം കാണാം. അതിൽ പറയുന്നുണ്ട് അപ്ലൈ ഫോർ ODL പ്രോഗ്രാം, അപ്ലൈ ഫോർ ഓൺലൈൻ പ്രോഗ്രാം എന്ന് കാണാം. അതിൽ നിങ്ങൾ ODL ആണെങ്കിൽ നിങ്ങൾക്ക് ODL സെലക്ട് ചെയ്യാം, ഓൺലൈൻ ആണെങ്കിൽ ഓൺലൈൻ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഓൺലൈൻ സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഇതുപോലെ ഉണ്ടായിരിക്കുക. അത് തന്നെ ചെറിയൊരു ഇൻസ്ട്രക്ഷൻ പോലെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഓൺലൈൻ പ്രോഗ്രാംസ് ആണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ ലാപ്ടോപ്പ് അങ്ങനെയുള്ള കണക്ഷൻസ് ഉണ്ടായിരിക്കണം. നിങ്ങൾ അതിൽ കംഫർട്ടബിൾ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ODL പ്രോഗ്രാംസിലോട്ട് തന്നെ മാറണം എന്ന് പറയുന്നുണ്ട്. ഓൺലൈൻ പ്രോഗ്രാംസ് ആണ് എടുക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് പ്രൊസീഡ് ചെയ്യാം. അതല്ല ODL പ്രോഗ്രാംസ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ODL പ്രോഗ്രാമിൻ്റെ സെലക്ട് ചെയ്യേണ്ടതുണ്ട്. ഓൺലൈൻ ആയാലും ODL ആണെങ്കിലും നിങ്ങൾക്ക് ആദ്യം തന്നെ ഒരു രജിസ്ട്രേഷൻ ചെയ്യാനുണ്ട്. ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് ഈ ഒരു നമ്മുടെ കോഴ്സൊക്കെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ വരുന്നത്. നിങ്ങളിപ്പോൾ ഓൺലൈനായിട്ടായാലും നിങ്ങൾ ODL മോഡിലായാലും നിങ്ങളുടെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത് ജൂലൈ 15 പറഞ്ഞിട്ടുള്ളത്. ഇത് എന്തായാലും എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്നാലും എത്രയും പെട്ടെന്ന് നിങ്ങൾ ചെയ്യുന്നുവോ അത്രയും നിങ്ങളുടെ കൺഫർമേഷൻ ആവാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിൻ്റെ താഴെയായിട്ട് നമുക്ക് കുറേ ഇൻസ്ട്രക്ഷൻസ് പറയുന്നുണ്ട്. ഈ ഒരു ഇൻസ്ട്രക്ഷൻ നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്യണം. ആദ്യം തന്നെ പറയുന്നത് നിങ്ങൾ കോഴ്സിനെ കുറിച്ച് അറിയുക. അതിനുശേഷം നിങ്ങൾ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യണം. ഈ ഒരു ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് ഒരു യൂസർ നെയിമും പാസ്വേഡും ഒക്കെ കൊടുക്കാനുണ്ട്. അപ്പോൾ ഈ യൂസർ നെയിം എന്ന് പറയുന്നത് 8 to 16 ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ അവിടെ പാസ്വേഡ് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇതൊരു ആൽഫ ന്യൂമറിക് രൂപത്തിലായിരിക്കണം. അതായത് നിങ്ങൾ അതിൽ ആൽഫബറ്റും ന്യൂമറിക്കൽസും ഉണ്ടായിരിക്കണം, നമ്പറും നിങ്ങളുടെ ലെറ്റേഴ്സും ആഡ് ചെയ്തിട്ടായിരിക്കണം നിങ്ങൾ പാസ്വേഡ് ഉണ്ടാക്കേണ്ടത്. ഈ ഒരു യൂസർ നെയിമും പാസ്വേഡും എന്ന് പറയുന്നത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ കോഴ്സ് രജിസ്റ്റർ ചെയ്യുവാനും അതുപോലെ തന്നെ നമുക്ക് പിന്നീടുള്ള കുറേ കാര്യങ്ങൾക്കും ഈ ഒരു യൂസർ നെയിമും പാസ്വേഡും നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു യൂസർ നെയിമും പാസ്വേഡ് നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കുന്നത് നന്നായിരിക്കും. അത് എപ്പോഴും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ യൂസർ നെയിം പാസ്വേഡും എന്ന് പറയുന്നത്. നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പറൊക്കെ കിട്ടുന്നത് വരെ നിങ്ങൾക്ക് ഇതെന്തായാലും ആവശ്യമായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക അല്ലെങ്കിൽ എഴുതി വെക്കുക എന്തെങ്കിലും ഒന്ന് ചെയ്യുക. കാണാം ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ഭാഗം കാണാം. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ആദ്യം തന്നെ വരുന്നത് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻസ് ആണ് പറയുന്നത്. ആദ്യം തന്നെ പറയുന്നത് നിങ്ങളുടെ എന്തെങ്കിലും പേര് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചേർക്കുമ്പോൾ അത് നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ഡോക്യുമെൻറ്റ്സിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതല്ല എങ്കിൽ എന്തെങ്കിലും ഡിസ്ക്രിപ്പൻസി വരാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. ഒരു അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ഇമെയിൽ അഡ്രസ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ ഒരു ഇമെയിൽ അഡ്രസ്സും അതുപോലെ തന്നെ അതിൻ്റെ പാസ്വേഡും നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. അത് വർക്കിംഗ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ID ആയിരിക്കണം. ഈ ഒരു ഇമെയിൽ IDയിലോട്ടാണ് നമുക്ക് കൺഫർമേഷൻ വരുന്നതും അതുപോലെ തന്നെ നമുക്ക് ഇഗ്നോയുടെ കുറേ മെസ്സേജസ് ഒക്കെ വരുന്നത് ഈ ഒരു ഇമെയിൽ IDയിലോട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ഇമെയിൽ ID വർക്കിംഗ് ആണ്, ഇങ്ങനെ ഒന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പാക്കുക. നമുക്ക് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് യൂസർ നെയിം ആണ് കൊടുക്കുന്നത്. ഈ ഒരു യൂസർ നെയിം എന്ന് പറയുന്നത് 8 to 16 ക്യാരക്ടേഴ്സ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പാക്കണം. മസ്റ്റ് ആയിട്ടും വേണ്ട ഒന്നാണ്. ഇനി അതിൻ്റെ താഴെയായിട്ട് നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പേപ്പേഴ്സിൽ എന്താണ് നിങ്ങളുടെ പേരുള്ളത് അത് കറക്റ്റ് അതുപോലെ തന്നെ കൊടുക്കുക. പിന്നെ വേണ്ടത് നിങ്ങളുടെ അഡ്രസ്സാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് നിങ്ങൾ എഴുതണം. ഇനി ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യാനുണ്ട്. ഈ ഒരു പാസ്വേഡ് എന്ന് പറയുന്നത് ന്യൂമറിക്കൽസും ആൽഫബറ്റും മിക്സ് ആയിട്ടുള്ള ഒരു പാസ്വേഡ് ആയിരിക്കണം. അത് ഒരു പാസ്വേഡും യൂസർ നെയിമും നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കുന്നത് നന്നായിരിക്കും. പിന്നെ ഈ ഒരു ഫോമിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കേണ്ടതുണ്ട്. ഒരു വർക്കിംഗ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം അതിലേക്കാണ് കൺഫർമേഷൻ ആയിട്ട് ചിലപ്പോൾ ഇഗ്നോ അയക്കുന്നത്. SMS ആയിരിക്കാം, ചിലപ്പോൾ ഇമെയിൽ ആയിരിക്കാം. ഇത് രണ്ടും നിങ്ങൾ കറക്റ്റായിട്ട് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് മുൻപോട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതിനുശേഷം ഈ ഒരു ക്യാപ്ച ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം രജിസ്റ്റർ ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ ഫോണിലോട്ട് SMS ആയിട്ട് നിങ്ങൾക്കൊരു കൺഫർമേഷൻ SMS വന്നിട്ടുണ്ടായിരിക്കും. നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ പാസ്വേഡും യൂസർ നെയിമും ഒക്കെ അതിൽ വന്നിട്ടുണ്ടായിരിക്കും. ചെയ്യേണ്ടത് ഈ ഒരു രജിസ്റ്റേർഡ് യൂസർ ലോഗിനിൽ നിങ്ങൾ നേരത്തെ
ടൈപ്പ് ചെയ്തിട്ടുള്ള രജിസ്റ്റേർഡ് യൂസർ നെയിമും പാസ്വേഡും ഇവിടെ കൊടുത്ത് ഈ ഒരു ക്യാപ്ചയും കൂടി എഴുതിയതിന് ശേഷം നിങ്ങൾ സബ്മിറ്റ് അല്ലെങ്കിൽ ലോഗിൻ കൊടുക്കുക. ഇനി വരുന്ന വിൻഡോയിലാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടത്. അതായത് നമ്മൾ ഏത് കോഴ്സാണോ സെലക്ട് ചെയ്യുന്നത് ആ ഒരു റീജിയണൽ സെൻറ്ററും സ്റ്റഡി സെൻറ്റേഴ്സും കാര്യങ്ങളും, പിന്നെ നമ്മളുടെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് നെക്സ്റ്റ് വരുന്ന ആ ഒരു വിൻഡോയിലായിരിക്കും. അപ്പോൾ നമുക്കിനി എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് നോക്കാം. നിങ്ങളിപ്പോൾ ഓൺലൈൻ ആണെങ്കിലും ഓഡിയോയിലാണെങ്കിലും നിങ്ങൾക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സ് ഇതൊക്കെയാണ്. ആദ്യം തന്നെ വേണ്ടത് സ്കാൻഡ് ഫോട്ടോഗ്രാഫ്സ് ആണ്. <100 KB ആയിരിക്കണം. പിന്നെ സ്കാൻഡ് സിഗ്നേച്ചർ വേണം. സ്കാൻഡ് കോപ്പി ഓഫ് റെലവൻറ്റ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷന് അതിൻ്റെ പേപ്പേഴ്സൊക്കെ സ്കാൻ ചെയ്യണം. ഇതൊക്കെ ഒറിജിനൽ തന്നെ വേണം. നിങ്ങൾ എല്ലാറ്റിൻ്റെയും കോപ്പിയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എങ്കിൽ ആ ഒരു ടൈം ചിലപ്പോൾ ഇഗ്നോ ഇപ്പോൾ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുമായിരിക്കും. പിന്നീട് ഇഗ്നോയുടെ ഭാഗത്ത് നിന്ന് അത് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് നോക്കുമ്പോൾ എന്തെങ്കിലും പ്രോബ്ലം അവർക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ നടക്കാതെ പോവുകയും എന്തെങ്കിലും ഡിസ്ക്രിപ്പൻസി വരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് യൂസ് ചെയ്തിട്ട് മാത്രം അഡ്മിഷൻ എടുക്കാൻ വേണ്ടി നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്കാൻഡ് കോപ്പി ഓഫ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കൊടുക്കണം. നിങ്ങൾക്ക് ഫീസ് ഇളവോ കാര്യങ്ങൾ എന്തൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കാൻഡ് കോപ്പി ഓഫ് കാറ്റഗറി സർട്ടിഫിക്കറ്റ് SC ST OBC ഈ ഒരു സർട്ടിഫിക്കറ്റിൻ്റെയും സ്കാൻഡ് കോപ്പി നിങ്ങൾക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. പേയ്മെൻറ്റ് എങ്ങനെയൊക്കെ ചെയ്യാമെന്ന് നോക്കാം. പേയ്മെന്റ് നമുക്ക് ക്രെഡിറ്റ് കാർഡ് വഴിയോ ഡെബിറ്റ് കാർഡ് വഴിയോ നെറ്റ് ബാങ്കിങ് വഴിയോ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇതൊക്കെ കൊടുത്ത് നിങ്ങൾ അഡ്മിഷൻ എടുത്തു. ആ ഒരു അഡ്മിഷൻ എടുത്തതിന്റെ പ്രിന്റ് ഔട്ട് നിങ്ങൾ എടുത്തു വെക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് കൃത്യമായിട്ട് നിങ്ങളുടെ ഫോമുകൾ ഫില്ല് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഡിസ്ക്രിപ്പൻസി വരികയാണെങ്കിൽ പിന്നീട് മാറ്റുക എന്നുള്ളത് കുറച്ച് പണിയുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് ചെയ്യുക. ഇതൊക്കെ ചെയ്ത് നിങ്ങൾക്ക് കൺഫർമേഷൻ വരാനുണ്ട്. ആ ഒരു കൺഫർമേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ കൊടുത്ത സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഈ ഒരു ഇഗ്നോയുടെ സ്റ്റാഫുകൾ നിങ്ങളുടെ വെരിഫൈ ചെയ്തിട്ടായിരിക്കും തരിക. അപ്പോൾ അത് ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വരാനുള്ള ചാൻസ് ഉണ്ട്. അത് നിങ്ങൾക്ക് ഇമെയിൽ ആയിട്ടോ അല്ലെങ്കിൽ SMS ആയിട്ടോ വരും. ചില ആൾക്കാർക്ക് ഇതിന് ടൈം എടുക്കാറുണ്ട്. 2 months 3 months ഒക്കെ എടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നവോ അത്രയും നല്ലതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് താങ്ക് യു.